പിഷാരടി ഇത് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയെടുത്താണ് ഇത് പോയി പറയുന്നതെങ്കിൽ അത് കന്നന്തിരിവാണ്, തോന്നിവാസമാണ്, ശുദ്ധ തെമ്മാടിത്തരമാണ്. അതിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ശ്വേതാമേനോനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെയുള്ള ഡബിൾ മീനിങ് ജോക്കൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ TV-യിൽ കണ്ടിട്ടുള്ള ശ്വേതാമേനോൻ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കുന്ന, കൈയടിച്ച് ചിരിച്ചുല്ലസിക്കുന്ന വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് രണ്ട് സിനാരിയോസ് ഞാൻ കാണിച്ചു തരാം. പിഷാരടി ഇലക്ഷന് ജയിച്ച സമയത്ത് ശ്വേതാമേനോൻ ഇട്ട പോസ്റ്റാണത്. കൺഗ്രാറ്റുലേഷൻ പിഷു എന്നും പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുന്ന പോസ്റ്റ്. വൃത്തികെട്ട ഏർപ്പാട്. നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന സമയത്ത് തിരിപ്പേച്ചിട്ട് പല്ല് വെച്ചിട്ട് വാ. വേണ്ട വേണ്ട. പിഷാരടി അവിടെ ഒരു കൗണ്ടർ അടിച്ച സമയത്ത് പിഷാരടി ഉമ്മ വെക്കാൻ പോകുന്ന ശ്വേതാമേനോനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. നാണുണ്ടോ നിങ്ങൾക്ക്? വേണ്ട അരുത് മാ നിഷാദ. കണ്ടല്ലോ, കൺകുളിർക്കെ കണ്ടല്ലോ. ഇത് കഴിഞ്ഞ് പിഷാരടി ഒരു ഡയലോഗും കൂടെ അടിക്കുന്നുണ്ട്. അത് ഡബിൾ മീനിങ് ആണോ ട്രിപ്പിൾ മീനിങ് ആണോ നിങ്ങൾ തന്നെ പറ. ഞാൻ ഭാഗ്യം പേസ്റ്റിനെ പറ്റി പറഞ്ഞു, ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചേനെ അല്ലേ? രക്ഷോട്ടിരിക്കുക ഞാനിവിടെ കുറച്ച് ഡീസന്റ് ആയിട്ട് ജീവിക്കുക. ഇവൻ ഡീസന്റാ, ഞാൻ ഡീസന്റ്. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്ന് പറയുന്ന ശ്വേതാമേനോൻ തന്നെയാണ് ഈ കൈ കൊട്ടി ഇങ്ങനെ അവിടെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രേമശങ്കരാ, ഒന്നല്ല പല സ്ഥലങ്ങളിലായിട്ട് ശ്വേതാമേനോനും പിഷാരടിയും ഈ തരത്തിലുള്ള, ഇത് പബ്ലിക് ഷോ ആണ്, ജനങ്ങളുടെ മുന്നിൽ TV ഇട്ട് വീട്ടിലിരുന്ന് കാണുന്ന ഷോ ആണ്. ആ ഷോയിലാണ് വന്നിരുന്നിട്ട് ഇവർ ഈ രീതിയിൽ പെരുമാറുന്നത്. അപ്പൊ പിന്നെ ഒരു ഫോണിനകത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചതിനകത്ത് എന്ത് തെറ്റാണ് കാണാൻ പറ്റുന്നത്? ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. അതിപ്പോ നീ ഉണ്ടാക്കിയ സൂത്രമല്ലേ? സൂത്രം. ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതം മനസ്സിലാക്കാൻ കൂടി നിങ്ങൾക്ക് കഴിയണം. ഏതായാലും ഈ നിമിഷം മുതൽ നമുക്ക് എന്തും നേരിടാൻ തയ്യാറായിരിക്കാം.